തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞത് 5 തെങ്ങ് സ്വദേശി ഔസേപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഇൻഫന്റ് ജീസസ് എന്ന വള്ളം. വള്ളത്തിലുണ്ടായിരുന്ന 5 പേരെയും രക്ഷപ്പെടുത്തി. പരിക്കേറ്റ 2 പേർ ആശുപത്രിയിൽ. മുതലപ്പുഴയിൽ ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന 6ാമത്തെ അപകടം. സംഘർഷങ്ങൾക്കിടയിൽ ഇന്നും ധർമ്മസ്ഥലയിൽ തിരച്ചിൽ തുടരും. പരിശോധന സ്നാനഘട്ടിലെ 13ാം പോയിന്റ് കേന്ദ്രീകരിച്ചു. ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്ക്. സ്നാനഘട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത് മാരകായുധങ്ങളുമായി എത്തിയ സംഘം. സംഘർഷം അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്ന് ധർമ്മസ്ഥല സമരസമിതി. ഉത്തരകാശി ധരാലിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ രക്ഷാദൌത്യം 2ാം ദിവസവും തുടരുന്നു. വെല്ലുവിളി ഉയർത്തി പ്രതികൂല കാലാവസ്ഥ. മണ്ണിനും കെട്ടിടാവശിഷ്ടങ്ങൾക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് 100ഓളം പേർ. പരിശോധനകൾക്കായി കടാവർ നായകളെ ദുരന്തമുഖത്തെത്തിക്കും. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക. പ്രളയത്തിൽ കുടുങ്ങിയ മലയാളി സംഘത്തെ എയർലിഫ്റ്റ് ചെയ്തേക്കും. 28 അംഗ സംഘം നിലവിൽ ഗംഗോത്രിക്കടുത്തെ ക്യാമ്പിൽ. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. മഴ മുന്നറിയിപ്പുള്ളത് 4 ജില്ലകളിൽ മാത്രം. യെല്ലോ അലർട്ട് കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന് കാണിച്ച് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിയമ നടപടിയുമായി ശ്വേതാ മേനോൻ. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയെന്ന് വാദം. കേസ് അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ അന്വേഷണം തുടർന്ന് ക്രൈംബ്രാഞ്ച്. പ്രതി സെബാസ്റ്റ്യന്റെ സഹായികളെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം. ഇന്നലെ ചോദ്യം ചെയ്ത റോസമ്മയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു സുഹൃത്തും നിരീക്ഷണത്തിൽ. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും.